ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന്. തിരിച്ചടിയുണ്ടായാൽ പുറത്താക്കൽ നടപടിക്ക് കോൺഗ്രസ്. കെപിസിസിക്ക് പരാതി നൽകിയ യുവതിയുടെ മൊഴിയെടുക്കാൻ പോലീസ്. സൈബർ അധിക്ഷേപ കേസിൽ രാഹുൽ ഈശ്വറിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ജയിലിൽ നിരാഹാര സമരം തുടർന്ന രാഹുൽ. പാർലമെന്റ് ശൈത്യകാല സമ്മേളനത്തിന്റെ 4ാം ദിനവും പ്രതിഷേധം കടുപ്പിക്കാൻ പ്രതിപക്ഷം. ലേബർ കോഡ്, വായുമലിനീകരണം എന്നീ വിഷയങ്ങൾ ഇന്നും സഭയിൽ ഉന്നയിക്കും. വായുമലിനീകരണം ഉയർത്തി പ്രതിപക്ഷ എംപിമാർ ഇന്ന് പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധിക്കും. ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്കായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ന് ഇന്ത്യയിൽ. വൈകിട്ട് പ്രധാനമന്ത്രി ഒരുക്കുന്ന അത്താഴ വിരുന്നിൽ പങ്കെടുക്കും. ഉച്ചകോടി നാളെ ഹൈദരാബാദ് ഹൌസിൽ. സുഖോയ് യുദ്ധവിമാനങ്ങളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും വാങ്ങുന്ന കരാറുകളിൽ ഇരു രാജ്യങ്ങൾ ഒപ്പുവെക്കും. ശബരിമല സന്നിധാനത്ത് ഇന്ന് കാർത്തിക ദീപക്കാഴ്ച. പുലർച്ചെ മുതൽ വൻ തിരക്ക്. പമ്പ ചാലക്കയത്തിന് സമീപം ശബരിമല തീർത്ഥാടകരുടെ കാറിന് തീപിടിച്ചു. ഹൈദരാബാദ് സ്വദേശികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എ പത്മകുമാറിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ജാമ്യ ഹർജി പരിഗണിക്കുന്നത് ഈ മാസം 8-ന്. ചക്കുളത്തുകാവിൽ തൃക്കാർത്തിക പൊങ്കാല ഇന്ന് 9 മണിയോടെ പണ്ടാരയടുപ്പിൽ അഗ്നി പകരും. വൻ ഭക്തജന തിരക്ക്. ഗതാഗത നിയന്ത്രണം.